ഹലോ, വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോ നിങ്ങളെല്ലാവരും പറഞ്ഞതുപോലെ ഒരു പ്രൊഡക്റ്റീവ് വ്ളോഗാണ്. 2 ദിവസം ഞാൻ ഒരു പ്രൊജക്റ്റിന് വേണ്ടി കഷ്ടപ്പെട്ടിട്ടുണ്ട്. ആ കഷ്ടപ്പാടൊക്കെ നിങ്ങളെയും കൂടെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചിട്ടുള്ള ഒരു വ്ളോഗാണ് ഇത്. 2 ദിവസം മാത്രമല്ല, പക്ഷെ ഞാൻ 2 ദിവസത്തെ കാര്യമാണ് വീഡിയോ ആക്കിയത്. ഞങ്ങൾക്ക് ഓരോ മാസവും ഓരോ പ്രൊജക്റ്റ് തരും. ആ പ്രൊജക്റ്റ് മന്തിന്റെ ലാസ്റ്റ് ഒരു ഡേറ്റ് തന്നിട്ട് ആ ഡേറ്റിന് പ്രസന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറയും. പ്രസന്റ് ചെയ്യേണ്ട ഡേറ്റ് എന്നാണോ അതിന്റെ 2 ദിവസം മുന്നേ ഉള്ള ഒരു ഡേ ആണ് ഇത്. ഈ ഒരു മാസത്തെ പ്രൊജക്റ്റിന്റെ ടോപ്പിക് തരാൻ നല്ല ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. പ്രൊജക്റ്റിന്റെ ഡേറ്റിന്റെ ഒരു 10 ദിവസം മുന്നേ ആണ് പ്രൊജക്റ്റ് എന്താന്ന് പറഞ്ഞത്. അതിന്റെ ഇടയിൽ വേറെയും വർക്ക് ഉള്ളത് കൊണ്ട് ഇതിനെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റൂല. അതുകൊണ്ട് എല്ലാവരും ലാസ്റ്റ് മിനിറ്റിലാണ് പ്രൊജക്റ്റ് കംപ്ലീറ്റ് ആക്കാൻ നോക്കുന്നത്. പ്രൊജക്റ്റ് എന്താന്ന് ചോദിച്ചാൽ റീബ്രാൻഡിങ് അല്ലെങ്കിൽ റീഡിസൈനിങ് ആൻഡ് ഓൾറെഡി എക്സിസ്റ്റിംഗ് ബ്രാൻഡ് എന്ന് വെച്ചാൽ നമ്മൾ സാധാരണ കാണുന്ന എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റ് എടുക്കുക, അതിൻ്റെ ഡിസൈനൊക്കെ ചേഞ്ച് ചെയ്യുക, അതിന് ബോക്സ് ഇല്ലെങ്കിൽ ബോക്സ് ക്രിയേറ്റ് ചെയ്യുക. ഇതൊക്കെയാണ് നമ്മുടെ പ്രൊഡക്റ്റ് സെലക്ട് ചെയ്യാൻ തന്നെ കുറേ ടൈം എടുക്കേണ്ടി വന്നിട്ടുണ്ട്. ഞാനെല്ലാം കൂടെ ഇവിടെയുള്ള ഒരു യാഡ്ലിൻ്റെ ബോഡി ലോഷൻ്റെ പാക്കറ്റാണ് എടുത്തിട്ടുള്ളത്. ഇത് ഡേറ്റ് ഒക്കെ കഴിഞ്ഞ് തീർന്നിട്ടുള്ള ഒരു പാക്കറ്റാണ്. ഇതിൻ്റെ ഡിസൈൻ ചേഞ്ച് ചെയ്യണം. പിന്നെ ഇതിന് ബോക്സ് ഇല്ല. ആ ബോക്സ് ഞാൻ തന്നെ വരച്ച് മെഷർമെൻ്റ് ഒക്കെ എടുത്ത് ക്രിയേറ്റ് ചെയ്യുകയും വേണം. ആ ബോക്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പം ആ ഒരു പാക്കറ്റ് എടുത്തുകൊണ്ട് വന്നിട്ട് മെഷർമെന്റ് കാര്യങ്ങളൊക്കെ എടുക്കുന്നത്. കാരണം മെഷർമെന്റ് തെറ്റിയിട്ടുണ്ടെങ്കിൽ ഈ ബോക്സിൽ ഈ സംഭവം കൊള്ളൂല. അപ്പം മെഷർമെന്റ് എടുക്കുമ്പോൾ നന്നായിട്ട് നോക്കണം. ഇത് ജസ്റ്റ് മെഷർമെന്റ് ഒക്കെ എടുത്ത് ഡിസൈൻ ഒക്കെ ചെയ്ത് കാണിച്ചാൽ മാത്രം പോരാ. നമ്മൾ പ്രിന്റ് എടുത്തിട്ട് അതൊരു ബോക്സിന്റെ രൂപത്തിലേക്ക് ആക്കിയിട്ടും ഈ പ്രൊഡക്റ്റ് അതിലേക്ക് ഇടണം. പിന്നെ പ്രൊഡക്റ്റിന്റെ മുന്നിൽ സ്റ്റിക്കർ ഉണ്ടാവില്ലേ, ആ സ്റ്റിക്കറിന്റെ ഡിസൈൻ ഒക്കെ നമ്മൾ ചേഞ്ച് ചെയ്യും. അത് സ്റ്റിക്കർ പ്രിന്റ് എടുത്തിട്ട് നമ്മൾ ഈ ബോട്ടിലിന്റെ ഫ്രണ്ടിലും ബാക്കിലൊക്കെ ഒട്ടിച്ചൊക്കെ വെക്കണം. പ്രിന്റ് ഒക്കെ എടുക്കുന്നതുകൊണ്ട് തന്നെ ഇപ്പൊ പ്രസന്റേഷൻ ഡേന്റെ അന്നത്തേക്ക് പ്രിന്റ് ഔട്ട് എടുക്കുന്നത് മാറ്റി വെച്ചാൽ ഒട്ടും ശരിയാവില്ല. കാരണം എന്താന്ന് വെച്ചാൽ അഥവാ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് പറ്റിയാൽ നമുക്ക് വേറൊരു ദിവസം ഇല്ല. അതുകൊണ്ട് എന്നാണോ പ്രസന്റേഷൻ അതിന്റെ തലേ ദിവസം തന്നെ പ്രിന്റ് ഔട്ട് ഒക്കെ എടുത്ത് സെറ്റ് ആക്കി വെക്കണം. മെഷർമെന്റ് കാര്യങ്ങളൊക്കെ കിട്ടിയതിന് ശേഷം ഇനി ഇതൊരു ബോക്സ് ആവുമോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് ആ മെഷർമെന്റ് ഒക്കെ വേറൊരു പേപ്പറിലേക്ക് എഴുതിയിട്ട് കട്ട് ചെയ്ത് ബോക്സിന്റെ രൂപത്തിലേക്ക് ആക്കാൻ വേണ്ടി നോക്കുകയാണ്. പക്ഷെ ഞാൻ ആദ്യം A4 ഷീറ്റാണ് എടുത്തു കൊണ്ടുവന്നത്. നോക്കുമ്പോൾ ഈ ഒരു മെഷർമെന്റും A4 ഷീറ്റും എന്ത് നോക്കിയിട്ടും അങ്ങ് സെറ്റ് ആവുന്നില്ല. കാരണം വേറെ ഒന്നല്ല, ഈ A4 ഷീറ്റിനെക്കാട്ടും കൂടുതൽ അളവുള്ളതാണ് നമ്മുടെ പെട്ടി. അപ്പം ഞാനും എന്തോ ഭാഗ്യത്തിന് നമ്മുടെ വിഷൻ ബോർഡ് ഉണ്ടാക്കി വെച്ചതിന്റെ ബാക്കി ചാർട്ട് പേപ്പർ ഉണ്ടായിരുന്നു. അതിലും എന്തായാലും സെറ്റാണ്. അതുകൊണ്ട് ഞാൻ A4 ഷീറ്റ് മാറ്റി വെച്ച് ആ ഒരു ചാർട്ട് പേപ്പറിലേക്ക് മെഷർമെന്റ് കാര്യങ്ങളൊക്കെ വരച്ചിട്ട് ബോക്സ് ആവോ നോക്കുകയാണ്. ഈ കാര്യങ്ങളും മെഷർമെന്റ് ഒക്കെ ഇന്ന് തന്നെ സെറ്റായാൽ മാത്രമാണ് ക്ലാസ് പോയിട്ടെങ്കിലും എനിക്ക് ഡിസൈൻ കാര്യങ്ങളൊക്കെ ചെയ്തു നോക്കാൻ പറ്റുള്ളൂ. എന്നാൽ മാത്രമാണ് എനിക്ക് നാളെ പ്രിന്റ് ഔട്ട് എടുക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് മൊത്തം ഈ ഒരു സമയത്ത് ചെയ്ത് തീർത്തില്ലെങ്കിൽ ഒന്നും നടക്കൂല. തലേ ദിവസം ഉറങ്ങുമ്പോഴേ നാളെ രാവിലെ എണീറ്റിട്ട് ചെയ്യണം എന്ന് മാത്രമേ ഇതിനുള്ളൂ. അപ്പൊ രാവിലെ 6 മണിക്ക് തന്നെ ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഈ മെഷർമെന്റ് നിങ്ങൾക്ക് വീഡിയോ കണ്ടാൽ മനസ്സിലാവും. മെഷർമെന്റ് എടുക്കാൻ തന്നെ ഞാൻ കുറേ ടൈം എടുത്തിട്ടുണ്ട്. മെഷർമെന്റ് സെറ്റ് ആയാൽ പിന്നെ ഇതൊക്കെ വലിയ ബുദ്ധിമുട്ടില്ല. എല്ലാം കൂടെ ചാർട്ടിൽ വരച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് സൂക്ഷ്മമായിട്ട് കട്ട് ചെയ്തെടുക്കണം. ഈ ഒരു പ്രൊജക്ട് വർക്ക് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. സമയത്തിന്റെ ഒരു കുറവുകൊണ്ട് അങ്ങ് എൻജോയ് ചെയ്ത് ചെയ്യാൻ പറ്റിയില്ല. നമുക്ക് ഈ പ്രിന്റ് എടുക്കുന്നതൊക്കെ ശീലമുള്ളതുകൊണ്ട് വലിയ പ്രശ്നമില്ല. ഇത് ഡിസൈൻ ചെയ്യാനാണെങ്കിലൊക്കെ നല്ല രസം ഉണ്ടായിരുന്നു. പക്ഷെ എന്താ പറയുക, സമയമില്ലാത്തതുകൊണ്ട് ഒരു ശടപടേ അങ്ങനെയാണ് ചെയ്തത്. അപ്പം നമ്മുടെ പേപ്പർ കട്ട് ചെയ്ത് മടക്കി സെറ്റാക്കി ഒരു ബോക്സിന്റെ രൂപത്തിലേക്ക് ആക്കി വെച്ചിട്ടുണ്ട്. ഇങ്ങനെ ട്രയൽ വേർഷൻ ചെയ്യുന്നതുകൊണ്ട് എന്താന്ന് വെച്ചാൽ നമുക്ക് ഇനിയിപ്പം കറക്റ്റായിട്ട് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ വേഗം മനസ്സിലാവും. ഇതിന് വന്ന മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ചാൽ ആ അടയ്ക്കുന്ന പോർഷൻ ഒരു 1 സെന്റിമീറ്ററും കൂടെ കൂട്ടാനുണ്ട്. അതുപോലെ ഒരു ഭാഗത്ത് കട്ട് ചെയ്ത സമയത്ത് ഒരു സൈഡിലേക്ക് ചെരിച്ച് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സൈഡിലേക്കല്ല, ഓപ്പോസിറ്റ് സൈഡിലാണ് ചെരിച്ച് കട്ട് ചെയ്യേണ്ടത്. അതും കൂടെ ഇപ്പം ട്രയൽ വേർഷൻ ചെയ്തുകൊണ്ട് മനസ്സിലായി. ഇന്ന് രാവിലെ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ അത്യാവശ്യം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ക്ലാസ്സിലേക്ക് പോയിട്ട് ഡിസൈനും കാര്യങ്ങളൊക്കെ ചെയ്താൽ മതി. ഈ മെഷർമെന്റ് ഒക്കെ നമ്മൾ ഇല്ലുസ്ട്രേറ്ററിൽ ഇട്ടിട്ട് വേണം ഡിസൈനും കാര്യങ്ങളൊക്കെ ചെയ്യാൻ. അതിനിപ്പോൾ ക്ലാസ്സിന് ചെയ്താലും വലിയ പ്രശ്നമില്ല. ഇത് ചെയ്യുമ്പോൾ തന്നെ അത്യാവശ്യം പോകാനുള്ള സമയമായിട്ടുണ്ട്. പേപ്പറൊക്കെ കട്ട് ചെയ്തിട്ടുകൊണ്ട് തന്നെ അതൊക്കെ ഒന്ന് ക്ലീൻ ആക്കി ഫ്രഷ് ആയിട്ട് വേഗം പുറപ്പെട്ടു പോകാൻ നോക്കുകയാണ്. സാധാരണ ഈ ഒരു ഏരിയയിൽ ഇരുന്നിട്ടൊന്നും അല്ല ഞാൻ റെഡി ആവാറ്. ഇന്നിപ്പോൾ ഇവിടെ എന്തായിരുന്നെന്ന് ചോദിച്ചാൽ റൂം മൊത്തം ഭയങ്കര മെസ്സാണ്. അതിപ്പോൾ നിങ്ങളെ കാണിച്ചാൽ ശരിയാവില്ല. ഈ ഒരു ഏരിയ മാത്രമാണ് ഇപ്പം അത്യാവശ്യം കാണാൻ കൊള്ളാവുന്ന രീതിയിലുള്ളത്. അതുകൊണ്ടാണ് ഈ ഒരു ഏരിയ കാണിക്കുന്നത്. ഇനിയിപ്പോൾ ബാഗ് പാക്ക് ചെയ്ത് ഇറങ്ങേണ്ടതേ ഉള്ളൂ. അതിന്റെ ഇടയ്ക്ക് ബ്രേക്ക്ഫാസ്റ്റ് കാര്യങ്ങളൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ ഞാൻ ചെറിയൊരു കാര്യം റിവീൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. അത് വേറൊന്നുമല്ല, വലിയ കാര്യമൊന്നുമല്ല. ഞാൻ 2 വീഡിയോ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു വീഡിയോ ചെയ്യാൻ ആഗ്രഹമുണ്ട്, അത് ഈ വർഷം തന്നെ നടക്കുമെന്ന് അറിയില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ എന്താണെന്ന് ഗസ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് പേരൊക്കെ ഗസ് ചെയ്തിട്ടുണ്ട്. അതെന്താണെന്നാണ് ഞാൻ പറയാൻ പോകുന്നത്.
അത് വേറെ ഒന്നല്ല, കുറേ പേര് ഗസ് ചെയ്തതുപോലെ തന്നെ ഒരു റൂം മേക്ക് ഓവർ ആണ്. പക്ഷെ എനിക്ക് ഭയങ്കര കൺഫ്യൂഷൻ. ഞാൻ ആക്ച്വലി ഈ ഒരു ഡിസംബർ ലാസ്റ്റ് ആകുമ്പോഴേക്കും കംപ്ലീറ്റ് ആക്കണം, റൂം മേക്ക് ഓവർ ഒക്കെ ചെയ്യണം. എന്നിട്ട് ജാനുവരി ആകുമ്പോൾ നമ്മൾ പുതിയ റൂം സെറ്റപ്പിലൊക്കെ ഇരിക്കാം, ന്യൂ ഇയർ ആകുമ്പോൾ പുതിയ റൂം സെറ്റപ്പ്, അങ്ങനെയൊക്കെയാണ് ഞാൻ മനസ്സിൽ വിചാരിച്ചത്. പക്ഷെ ഡിസംബർ ആകുമ്പോഴേക്കും എനിക്ക് മനസ്സിൽ ഉദ്ദേശിച്ച രീതിയിൽ അങ്ങ് കംപ്ലീറ്റ് ആക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഇപ്പം ഞാൻ വിചാരിച്ചു, നമ്മൾ കഴിഞ്ഞ റൂം മേക്ക് ഓവർ ചെയ്തത് ജാനുവരി ആ ഒരു ടൈമിലാണ്, ജാനുവരി ഹാഫ് ആകുമ്പം അല്ലെങ്കിൽ ജാനുവരി ലാസ്റ്റ് അങ്ങനെ എന്തോ ആണ്. അപ്പം ആ ഒരു ടൈം ആകുമ്പോഴേക്കും സ്ലോ ആയിട്ട് നല്ല രീതിയിൽ ചെയ്യുന്നല്ലേ നല്ലതെന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്. ഈ ഒരു മാസം ഒന്നാമത് നമുക്ക് ന്യൂ ഇയർ കൈൻഡ് ഓഫ് തിങ്സ് ഒക്കെ ചെയ്യാനുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് റൂം മേക്ക് ഓവറും കൂടെ ആകുമ്പോൾ മൊത്തം ക്ലാഷ് ആവും. സോ അതൊക്കെയാണ് ഇപ്പോഴത്തെ ഒരു അപ്ഡേറ്റ്. പിന്നെ ഇപ്പം ഞാൻ എന്താ ക്ലാസ്സിലെത്തി ആർട്ട്ലീൻ്റെ കാര്യങ്ങളൊക്കെ ഡിസൈൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മെഷർമെൻ്റ് ഒക്കെ എടുത്ത് ഇനി ഈ കാര്യങ്ങളൊക്കെ എഴുതണം, പിന്നെ ഡിസൈൻ ചെയ്യണം. അതൊക്കെയാണ് ഇനി ചെയ്യാനുള്ളത്. കുറേയൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പം 5 മണി ആയപ്പം വീട്ടിലേക്ക് പോവുകയാണ്. എന്നിട്ടൊരു 6 മണി 6:15 ആ ഒരു ടൈം ആകുമ്പോഴേക്കും ഇതാ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. ഇനി ഫ്രഷായി ഫുഡൊക്കെ കഴിച്ച് വീണ്ടും നമ്മൾ പ്രൊജക്റ്റിന്റെ ബാക്കി ചെയ്യാണ്. ഇനി ബോക്സിന്റെ സൈഡിലായിട്ടൊക്കെ ഡിസ്ക്രിപ്ഷന് കാര്യങ്ങൾ, ഡിസ്ക്രിപ്ഷൻ അല്ല, ഇൻഗ്രീഡിയൻസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, അത് നോക്കി എഴുതണം, ടൈപ്പ് ചെയ്ത് കൊടുക്കണം. അതുപോലെ ഡിസൈൻ നോക്കി ലാസ്റ്റ് നിമിഷമല്ലേ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ട് ഒരു ബേസിക് ആയിട്ടുള്ള ഇല്ലസ്ട്രേറ്റഡ് ആയിട്ടുള്ള ഫ്ലവേഴ്സ് വെച്ച് കൊടുക്കുന്നുണ്ട്. എനിക്കാണെങ്കിൽ ഈ ഒരു കളർ മാത്രമേ ചൂസ് ചെയ്യാൻ പറ്റുള്ളൂ, കാരണം നമ്മുടെ ബോട്ടിലിന്റെ മൂടിന്റെ ഷേപ്പ്, മൂടിന്റെ കളർ ഇതാണ്. അന്നത്തെ ദിവസം മൊത്തം ഇരുന്ന് ബോക്സിന്റെ കാര്യങ്ങളൊക്കെ ചെയ്തു. പിറ്റേ ദിവസം രാവിലെ എണീറ്റിട്ട് സ്റ്റിക്കറിന്റെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് വൈകുന്നേരം ആകുമ്പോഴേക്കും ഞാൻ പ്രിന്റ് ഔട്ടൊക്കെ എടുത്തു കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് നെക്സ്റ്റ് ഡേ വൈകുന്നേരമാണ്. അപ്പോൾ ഇനി നാളെയാണ് നമ്മുടെ പ്രസന്റേഷന്റെ കാര്യങ്ങളൊക്കെ വരുന്നത്. തലേ ദിവസം തന്നെ മനസ്സിൽ വിചാരിച്ച പോലെ തന്നെ പ്രിന്റ് ഔട്ട് കാര്യങ്ങളൊക്കെ എടുത്ത് സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി കട്ട് ചെയ്ത് നമുക്ക് ബോക്സിന്റെ രൂപത്തിലേക്ക് ആക്കാൻ മാത്രമേ ഉള്ളൂ. സത്യം പറഞ്ഞാൽ പ്രിന്റ് ഔട്ട് എടുത്ത് കയ്യിലേക്ക് കിട്ടിയപ്പോൾ ഭയങ്കര സമാധാനം. കാരണം ഇനി ലാപ്ടോപ്പിലേക്ക് ഇങ്ങനെ നോക്കിയിരിക്കണ്ടല്ലോ. അത്രയും സമയം ലാപ്ടോപ്പിലേക്ക് നോക്കിയിരുന്നിട്ട് കണ്ണ് ശരിക്കും അടയ്ക്കാൻ കൂടെ പറ്റുന്നില്ല. ഒരു സമയം കണ്ണിങ്ങനെ എന്താ നമ്മൾ കഷ്ടപ്പെട്ട് അടയ്ക്കേണ്ട രീതിയിലായിപ്പോയി. ഇനി ലാപ്ടോപ്പ് യൂസ് ചെയ്യുമ്പോൾ പ്ലെയിൻ ഗ്ലാസ് എങ്കിലും ഇട്ട് യൂസ് ചെയ്യണമെന്ന് ഞാനിങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്. ഇല്ലെങ്കിൽ മിക്കവാറും എൻ്റെ കണ്ണടിച്ചു പോകും. കട്ട് ചെയ്തപ്പം ഇതാണ് നമ്മുടെ ബോക്സിന്റെ ഷേപ്പ്. ലൈക്ക് ബോക്സിന്റെ ഷേപ്പ് അല്ല, ഇനിയിപ്പം മടക്കി സെറ്റാക്കിയാൽ മാത്രമേ കറക്റ്റ് ബോക്സ് ആവുള്ളൂ. അല്ലാണ്ട് ഇതാണ് നമ്മുടെ ബോക്സ് വരുന്നത്. ഡിസൈൻ കാര്യങ്ങളൊക്കെ ഇങ്ങനെയാണ് വരുന്നത്. ഡിസൈനിങ്ങിനെ പറ്റി പറയാനാണെങ്കിൽ അത്ര അടിപൊളിയൊന്നും അല്ല, നമ്മൾ പഠിച്ചു വരുന്നേ ഉള്ളൂ, ഫസ്റ്റ് ടൈം ആണല്ലോ. പിന്നെ എന്താ പറയുക, ഒപ്പിക്കവൾ കുഴപ്പമില്ല, അങ്ങനത്തെ രീതിയിലാണ് ആക്കിയെടുത്തത്. എന്നാലും എനിക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ തോന്നിയിട്ടുണ്ട്. സാറ്റിസ്ഫൈഡ് ആണ്. ശരിക്കും ഒരു ബ്രാൻഡിന്റെ ബോക്സ് പോലെയൊക്കെ തോന്നുന്നുണ്ടല്ലോ അല്ലേ? ബോക്സ് സെറ്റായി കഴിഞ്ഞാൽ ഇനി എന്ത് ചെയ്യണം, നമ്മുടെ പ്രൊഡക്റ്റ് അതിൽ കൊള്ളുമോ, പ്രൊഡക്റ്റൊക്കെ സെറ്റാണോ ഓക്കെ ആണോ നോക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ പ്രൊഡക്റ്റൊക്കെ ഒന്ന് ഇട്ട് നോക്കുകയാണ്. ഞാൻ ബോക്സിൻ്റെ സൈഡിലായിട്ട് ഒട്ടിക്കാനുണ്ട്, പക്ഷെ ഞാൻ ഒട്ടിച്ചിട്ടില്ല. ഇപ്പോൾ ഒട്ടിച്ചിട്ടുണ്ടെങ്കിൽ ക്ലാസ്സിലേക്ക് കൊണ്ടുപോകുമ്പം ഈ ബോക്സിൻ്റെ ഇതേ രൂപത്തിൽ വേണം കൊണ്ടുപോകാൻ. അപ്പോൾ എന്തായാലും ബസ്സിൽ നിന്ന് ഞെങ്ങി അമർന്ന് ഞെരിഞ്ഞു പോവും. അതുകൊണ്ട് ഞാൻ ഒട്ടിക്കാണ്ട് ക്ലാസ്സിലേക്ക് കൊണ്ടുപോയിട്ട് അവിടെ നിന്ന് ഒട്ടിക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. ഇതാണ് സ്റ്റിക്കർ പ്രിൻറ്റ്. ഈ സ്റ്റിക്കറാണ് നമ്മുടെ ഈ ഒരു ബോട്ടിലിൻ്റെ ഫ്രണ്ടിലും ബാക്കിലുമായിട്ട് സ്റ്റിക്ക് ചെയ്യേണ്ടത്. അതും കൂടി ഒന്ന് കറക്റ്റായിട്ട് അതിൻ്റെ ഷേപ്പിൽ കട്ട് ചെയ്ത് സെറ്റാക്കിയിട്ട് ക്ലാസ്സിൽ കൊണ്ടുപോയിട്ട് ഒട്ടിക്കണം. ഇതൊക്കെയാണ് മെയിനായിട്ട് പ്രൊജക്റ്റിന് വേണ്ടിയിട്ട് പറഞ്ഞ കാര്യങ്ങൾ. ഇനി സമയം ഉണ്ടെങ്കിൽ ഒരു PPT കൂടെ ക്രിയേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പം സമയമുള്ളത് കൊണ്ട് ഒരു PPT കൂടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതൊക്കെ കട്ട് ചെയ്തതിന് ശേഷം ഞാൻ PPTയിൽ ഇപ്പോൾ എന്തൊക്കെ ആഡ് ചെയ്യാന്നുള്ള പോയിന്റ്സ് കാര്യങ്ങളൊക്കെ നോക്കി വെച്ചിട്ടുണ്ട്. അന്ന് രാത്രി പിന്നെ PPT ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു ഇത് കിട്ടിയില്ല. അപ്പോൾ രാവിലെ എണീച്ചിട്ടാണ് ഞാൻ PPT കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്തത്. തലേദിവസം ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ സെറ്റാക്കി വെച്ചുകൊണ്ട് രാവിലെ ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടില്ലായിരുന്നു. ഇനി പ്രൊജക്റ്റിനെ പറ്റിയും പ്രസന്റേഷന്റെ കാര്യത്തിനെ പറ്റിയും പറയാനാണെങ്കിൽ എനിക്ക് നല്ല അടിപൊളിയായിട്ട് തന്നെ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് ചെയ്തു എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഈ ഒരു പ്രൊജക്റ്റ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അതിനുശേഷമാണ് ഞാൻ ഈ വോയിസ് ഓവറൊക്കെ കൊടുത്ത് വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യുന്നത്. കറൻ്റ്ലി ഈ ഒരു പ്രൊജക്റ്റ് കാര്യങ്ങളൊക്കെ 2 ദിവസം മുന്നേ കഴിഞ്ഞിട്ടുണ്ട്. പ്രസന്റേഷനൊക്കെ കഴിഞ്ഞപ്പോൾ ഉള്ളൊരു സമാധാനം, ആ ഒരു സമാധാനത്തിനെ പറ്റി ഞാനിപ്പോൾ എങ്ങനെയാണ് പറഞ്ഞറിയിക്കുക. ഒരു വലിയ എക്സാം കാര്യങ്ങളൊക്കെ കഴിഞ്ഞാലുള്ള ഫീലിംഗ് ഉണ്ടാവില്ലേ, അതുപോലെ തന്നെ. എന്തായാലും ഈ ഒരു 2 ദിവസം ഞാൻ നല്ല പ്രൊഡക്റ്റീവായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. ഡു സബ്സ്ക്രൈബ്. ബൈ.